നല്ല പടം, നല്ല സൂപ്പർ പടം, നല്ല മനസ്സിനെ ടച്ച് ചെയ്യുന്ന നല്ലൊരു ഡാൻസിനകത്തിന് വരുന്ന കണ്ടതിൽ നല്ലൊരു പടം, നല്ല ഫാമിലി എന്റർടൈൻ പടം, നല്ല സൂപ്പർ പടം. നല്ല സിനിമ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ബോയ്സിനും ഗേൾസിനും ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്. നല്ലൊരു ഫിലിമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള അമ്മയുടെ ഒരു ഫീല്, അമ്മനോടുള്ള ഒരു ഫീല്, അവൻ്റെ ആക്ടിങ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ ധ്യാൻ്റെ ആക്ടിങ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. സാധാരണ സിനിമയിൽ നിന്ന് കാണുന്നതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. സ്റ്റോറി വൈസിൽ നല്ല, കാരണം സാധാരണ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം കാണുന്ന പോലെ നമുക്ക് ഇതാക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഇത് കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽ വരുന്നുണ്ട്. സാധാരണ ബിഗ് ബഡ്ജറ്റ് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെ ബേസ് വെച്ചിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ സൈഡാണെങ്കിലും സന്തോഷ് മണ്ടൂരിൻ്റെ ഇതിലാണെങ്കിലും അതുപോലെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട്. നല്ല ഫീൽ കിട്ടുന്നൊരു ഇതാണ്. അതിൽ ലൊക്കേഷൻസ് അത് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. നന്നായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട്, കുട്ടികൾക്കാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എല്ലാവർക്കും ഒരു നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട് ഈ ഫിലിമിൽ. അത് നല്ല എല്ലാവരും കാണാൻ പറ്റും. ഫാമിലിയായിട്ടിരുന്ന് അങ്ങനെ ഒരു എന്റർടൈനറാണ്. സമാധാനമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ്, അങ്ങനെ ഒരു ഇതിൽ ജോണറിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ പടത്തിന്റെ പേര് പോലെ തന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ബുള്ളറ്റ് ആരാധകർ, അങ്ങനെയുള്ളൊരു പ്രേമം, ബുള്ളറ്റിനോട് ഭയങ്കരമായിട്ട് ഒരു ഇതുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് അങ്ങനെ പറ്റുന്നൊരു മൂവിയാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പടം, കൊള്ളാം. ഞാൻ്റെ പെർഫോമൻസ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, രസമായിട്ട് സെറ്റിലായിട്ട് പിടിച്ചിട്ടുണ്ട് പുള്ളി. നന്നായിട്ട് ആ ക്യാരക്ടർ പക്കയായിട്ട് ഒക്കെ ആയിട്ടുണ്ട്. നല്ലൊരു കൊച്ചു പടം. ഒരു ബുള്ളറ്റിനോടുള്ള സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതമാണ്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രയാഗമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, പ്രയാഗയും ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനെ കണ്ടൊരു പഴയ മോളെ പോലെ ഓർമ്മ വന്നു, 80കളുടെ പോലെ. ഒരു റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. അൽത്താഫ് എന്ന കോമഡി ഉണ്ട്. പ്രദീപ് കോട്ടയൻ്റെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ്. പിന്നെ രഞ്ജി പണിക്കർ, സുധീർ കർമ്മണ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. വിശാഖ് ശരംഗ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാവുന്ന മൂവിയാണ്. മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണണം. OTT തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇറക്കിയ ടൈമിങ്ങിന് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. നല്ലൊരു മൂവിയാണ്. നല്ല മൂവി എപ്പോഴും ഓടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ബുള്ളറ്റ് പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം, അങ്ങനെ വേണം പറയാം. ബുള്ളറ്റ് തന്നെ ആവണമെന്നില്ല, അതൊരു ബൈക്ക് പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം. ചെറിയൊരു പടമാണ്, എന്നാലും അത് എടുത്തു വെച്ചാൽ രീതിയൊക്കെ നല്ല രസമാണ്. നല്ല കണക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം. അതായത് ഇതിൽ പാട്ടുകളും വിഷ്വൽസ് ആയാലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം.